തോന്നയ്ക്കൽ ബ്ലൂ മൌണ്ട് പബ്ലിക് സ്കൂളിൽ 29ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി വർണ്ണോത്സവ് 2024 സംഘടിപ്പിച്ചു. തോന്നയ്ക്കൽ സഭ കൺവെൻഷൻ സെന്ററിൽ നടന്ന പരിപാടിയിൽ ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിൽ ആഘോഷ പരിപാടികൾക്ക് തിരിതെളിച്ചു. ചലച്ചിത്ര താരങ്ങളായ അനുശ്രീയും ദേവനന്ദയും വിശിഷ്ട അതിഥികളായി. സാധാരണ നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെടുന്ന വിദ്യാലയങ്ങളാണ് വിവിധങ്ങളായിട്ടുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങൾ അതുമായി ബന്ധപ്പെട്ട പലതും ഒബ്സർവ് ചെയ്യുന്നു. എന്നാൽ ഇവിടെ എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചുമുള്ള ഒരു വർഷത്തെ കലണ്ടർ അത് വളരെ ശ്രദ്ധേയമായി തന്നെ സ്കൂളിൽ നടപ്പാക്കുന്നു എന്നതാണ്. 29th ആനിവേഴ്സറി സെലിബ്രേഷൻ പാർട്ടാവാൻ കഴിഞ്ഞത് ഒരുപാട് സന്തോഷം. എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. കാരണം ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികളുടെയും ദിവസമായിരിക്കാം. കാരണം സ്കൂൾ ലൈഫ് അല്ലെങ്കിൽ കലാലയ ജീവിതം എന്ന് പറയുന്നതായിരിക്കും ഒരു പക്ഷേ ലൈഫിലെ ഏറ്റവും വലിയ കാര്യം. അതൊരു പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവില്ല, കുറച്ചും കൂടെ ഏജ് കഴിയുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കാരണം ഈ സമയത്ത് ഒരു പക്ഷെ നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ മതി എന്നായിരിക്കും ചിലപ്പം വിചാരിക്കുന്നത്. പക്ഷെ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞ് വലിയ കുട്ടികളാകുമ്പോൾ ഒരു പക്ഷെ നിങ്ങൾ ആലോചിക്കും അന്നത്തെ പോലെ കുട്ടികൾ ആയാൽ മതിയായിരുന്നു. കാരണം ഞങ്ങളൊക്കെ ഒരു പക്ഷെ റിയലൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അന്നത്തെ സ്കൂൾ കാലഘട്ടവും സ്കൂളിൽ പോയ മെമ്മറീസ് ഒക്കെ ആയിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചതും പ്രോജക്ട് തയ്യാറാക്കിയതും ഒക്കെ തന്നെ ആയിരിക്കും പിന്നീട് ആലോചിക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ മെമ്മറീസ് എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും നന്നായിട്ട് തന്നെ അത് എൻജോയ് ചെയ്യുക, പഠിക്കണം. പക്ഷെ ഞാൻ എന്നാലും സ്കൂളിൽ പോകുമ്പോൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, പഠിക്കുക മാത്രമല്ല ബാക്കി സൈഡിലുള്ള കാര്യങ്ങൾ. നിങ്ങൾക്ക് എന്താണോ, എല്ലാവർക്കും ചിലപ്പോൾ മേ ബി എല്ലാവരെയും പോലെ പഠിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. സോ എന്താണോ നമുക്കുള്ള ആ ഒരു എക്സ്ട്രാ സ്കിൽ എന്നുള്ളത് മനസ്സിലാക്കി നമ്മൾ എപ്പോഴും അതിനെ ഇംപ്രവൈസ് ചെയ്യാൻ ശ്രമിക്കണം. അല്ലാണ്ട് എപ്പോഴും പഠിച്ചുകൊണ്ട് മാത്രം ഇരിക്കരുതെന്നുള്ളത് ഞാൻ എപ്പോഴും എന്റെ സൈഡിൽ നിന്ന് പറയുന്ന ഒരു കാര്യമാണ്. എനിക്കറിയാം എന്റെ എല്ലാ കൂട്ടുകാരും ആനുവൽ ഡേ ആയതുകൊണ്ട് എക്സൈറ്റ്മെന്റ് ആയിരിക്കുന്നു. ഞാനും എന്റെ ആനുവൽ ഡേയ്സ് വരുമ്പോൾ എക്സൈറ്റ്മെന്റ് ആകാറുണ്ട്. കാരണം ആനുവൽ ഡേയ്സ് നമ്മുടെ കലാപരമായ ജീവിതത്തിൽ നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ആദ്യത്തെ ഓഡിയൻസ് ആയ നമ്മുടെ ഫ്രണ്ട്സ്, പാരന്റ്സ്, ഗ്രാൻഡ് പാരന്റ്സ്, ടീച്ചേഴ്സ് അവരെല്ലാവരും നമുക്ക് തരുന്ന കയ്യടി നമ്മുടെ കലാപരമായ ജീവിതത്തിൽ നമ്മളെ മുന്നോട്ട് പോകാനുള്ള ഊർജം തരും. അതുപോലെ തന്നെ എന്റെ എല്ലാ ഫ്രണ്ട്സും ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും ബുക്ക് വായിക്കാൻ ശ്രമിക്കണം. കാരണം ബുക്സ് വായിക്കുന്നത് നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ഞാനും ബുക്സ് വായിക്കാറുണ്ട്. നിങ്ങളെല്ലാവരും മാളികപ്പുറം, നീമർ, 2018 എന്ന സിനിമകളിലൂടെ എനിക്ക് തന്ന സ്നേഹത്തിന് ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നു. ബ്ലൂ മൌണ്ട് ഗ്രൂപ്പ് ചെയർമാൻ അഡ്വക്കേറ്റ് ഡോക്ടർ കെ വിജയൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ചിറയൻകിഴം എൽ.എ. ബി ശശി, മുൻമന്ത്രി EP ജയരാജൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഡെയ്സി ജോസഫ്, വിദ്യാർത്ഥി പ്രതിനിധികൾ, PTA ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ച സ്കൂളിലെ വിദ്യാർത്ഥികളെയും ഏറെക്കാലമായി സ്കൂളിൽ സേവനം ചെയ്യുന്ന ജീവനക്കാരെയും വേദിയിൽ ആദരിച്ചു.